എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പാരമ്പര്യ രോഗം ഉണ്ടോ എന്നുള്ളത് അല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ ഒരു പാരമ്പര്യ രോഗമാണ്, ക്യാൻസർ പാരമ്പര്യത്തിലൂടെ വരും. നമ്മളിങ്ങനെ ചെറുപ്പകാലം മുതലേ കേട്ടിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്നും ആൾക്കാർ പറഞ്ഞു തുടങ്ങും, അച്ഛനമ്മക്ക് ഷുഗർ ഉണ്ടെങ്കിൽ മക്കൾക്കും വരും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യും, ചിലപ്പം മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്യും, അതുവരെ മധുരം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൂടുതൽ മധുരം കഴിക്കാൻ തുടങ്ങും. മധുരമുള്ള സാധനങ്ങൾ നമുക്കൊരു ചൊല്ല് തന്നെയുണ്ട്, അമൃതും അധികമായാൽ വിഷമാണെന്ന് അല്ലേ? അമൃതും വിഷം എന്നുള്ളൊരു ചൊല്ല് തന്നെയില്ലേ? അപ്പോൾ നമ്മൾ വേണ്ടുന്ന കാര്യം അത്രയും അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മളെന്തേ ഷുഗർ വരുമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ കുറേ ഷുഗർ കൂടിയ, പഞ്ചസാര കൂടിയ, മധുരം കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിന് ഡാമേജ് ഉണ്ടാക്കിയ പിന്നീട് ഷുഗറിൻ്റെ പ്രശ്നങ്ങളായി പിന്നെ മരുന്നിലേക്ക് പോകേണ്ടിയും വരും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴേ അത് മധുരം ആവശ്യത്തിന് കഴിക്കുക, അല്ലാതെ അനാവശ്യമായിട്ട് പിന്നീട് രോഗം വരുന്നുള്ളൊരു മനസ്ഥിതിയോടെ കഴിക്കാതിരിക്കുകയാണ് ആദ്യം വേണ്ടത്. ഒരിക്കലും പാരമ്പര്യ രോഗം എന്ന് പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ആ പാറ്റേണിൽ ജീവിക്കുക. ഇപ്പം അച്ഛനും അമ്മേൻ്റെയും കൂടെ ജീവിക്കുന്നത് നമ്മൾ അതേ ഫുഡ് ഹാബിറ്റാണ് ഫോളോ ചെയ്യുന്നത്, അതേ മെൻ്റൽ സ്ട്രെസ് ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അവരുടെ പാറ്റേൺ തന്നെ നമ്മൾ വഹിച്ചു കൊണ്ടുവരുന്നത്. പിന്നീട് അത് നമ്മൾ മക്കൾക്കും അത് തന്നെ നമ്മൾ പാസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളൊന്ന് ബ്രേക്ക് ചെയ്താൽ, കാരണം നമ്മുടെ ഫുഡ് ഹാബിറ്റ് മാറ്റുക നമ്മൾ. അപ്പോൾ വിശന്ന് കഴിഞ്ഞാൽ മാത്രം ആഹരിക്കുക, അത് ഇഷ്ടമുള്ള ഭക്ഷണം ചവച്ചരച്ചുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുക, ഇങ്ങനത്തെ ഒരു ജീവിത രീതിയാക്കി സന്ധ്യയ്ക്ക് ശേഷം വേവിച്ച ആഹാരം കഴിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് നമുക്ക് നല്ലൊരു എനർജി, നല്ലൊരു ഹെൽത്തും കാണാം. നമ്മൾ അത് വിചാരിച്ചിട്ട് അച്ഛനമ്മേനെയും പോയിട്ട് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരെങ്ങനെയാണോ ഫോളോ ചെയ്യുന്നത് അത് ഫോളോ ചെയ്യട്ടെ. നമ്മൾ ആദ്യം നമ്മളിലാണ് മാറ്റം വരുത്തേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചേഞ്ചസ് കണ്ടിട്ട് അവർക്ക് മനസ്സിലാകാൻ തുടങ്ങും. അങ്ങനെയാണ് വേണ്ടത്. അല്ലാണ്ട് മറ്റുള്ളവരെ പോയിട്ട് നിങ്ങളിങ്ങനെയാണ് അങ്ങനെ പഠിപ്പിക്കുകയല്ല വേണ്ടത്. അതുപോലെ തന്നെ ഞാൻ ക്യാൻസർ ചെറുപ്പത്തിലേ കേൾക്കുന്നതാണ്, ക്യാൻസർ പാരമ്പര്യ രോഗമാണെന്ന്. എൻ്റെ അമ്മൂമ്മ ക്യാൻസർ മൂലമാണ് മരിച്ചത്. അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. ഞാൻ കണ്ടിട്ട് പോലുമില്ല, ഞാൻ ജനിക്കുന്നതിന് മുന്നേ അവർ മരണപ്പെട്ടിരുന്നു. അപ്പോൾ അന്ന് കാലത്ത് ക്യാൻസർ എന്ന് പറയുമ്പം വളരെ അപൂർവമായിട്ട് വരുന്നതാണ്. അമ്മ പറയുന്ന കേട്ടിട്ടുണ്ട്, അമ്മമ്മ ഭയങ്കര ദേഷ്യക്കാരിയാണെന്ന്. ശരിക്കും ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ബോഡിയിലേക്ക് നമുക്ക് കാണിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനസികമായിട്ട് എന്ത് പ്രോബ്ലം ഉണ്ടോ അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കണം, അല്ലാണ്ട് ഉള്ളിൽ കൊണ്ട് നടക്കുകയല്ല വേണ്ടത്. അങ്ങനെ ഈ അമ്മൂമ്മക്ക് അസുഖമായതുകൊണ്ട് എൻ്റെ ചെറുപ്പത്തിലേ കേട്ടതാണ് അമ്മൂമ്മ മരണപ്പെട്ടത് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന്. അന്ന് ക്യാൻസർ എന്ന് പറയുന്ന സംഭവമേ വളരെ കുറവായിട്ടുള്ള സമയത്ത്. അപ്പോൾ പിന്നീട് എനിക്ക് കല്യാണത്തിന് ശേഷം മകൾ ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഫൈബ്രോയിഡിൻ്റെ പ്രശ്നം വരാൻ തുടങ്ങി. ആ ഫൈബ്രോയിഡിൻ്റെ പ്രശ്നം വരുമ്പോഴത്തേക്കന്നെ പിന്നത്തെ ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആൻറ്റിമാരുടെയൊക്കെ യൂട്രസ് റിമൂവ് ചെയ്യുന്നു, എല്ലായിടത്തും യൂട്രസ് റിമൂവ് ചെയ്യുന്നു. ഇങ്ങനെ ഫൈബ്രോയിഡ് വരുന്നു, ബ്ലീഡിങ് വരുന്നു, യൂട്രസ് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പേടി, എനിക്ക് ഫൈബ്രോയിഡ് വന്നപ്പോൾ അമ്മൂമ്മക്ക് ക്യാൻസർ ആയിരുന്നല്ലോ, അപ്പോൾ ആ ജനിതക രോഗം എനിക്കും വരുമല്ലോ എന്നുള്ള ചിന്തയായിരുന്നു. പിന്നെ എനിക്ക് മുഴുവൻ അലോപ്പതിയിൽ പോയിട്ട് ഫൈബ്രോയിഡ് എടുത്ത ആളെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഓപ്പറേഷൻ ചെയ്യേണ്ട വിചാരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആയുർവേദം, ഹോമിയോപ്പതി തീരെ നിവൃത്തിയില്ലെങ്കിൽ അലോപ്പതി പോകും. പക്ഷെ അലോപ്പതി പറഞ്ഞ് ഏജ് 46 ആയാലേ ഇത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, കുറേ നാളിങ്ങനെ ട്യൂമർ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് ക്യാൻസറായി പോകുമോ? എനിക്ക് ആ ഒരു ഭയമായിരുന്നു, കുറേ നാൾ എനിക്ക് ആ ഭയം ഉണ്ടായിരുന്നു. പക്ഷെ അക്യുപഞ്ചറിൽ വന്നേരം ഇതെല്ലാം മാറി. കാരണം വിശന്ന് ആഹരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ വയറൊക്കെ കുറഞ്ഞു, ആ ഫൈബ്രോയിഡിൻ്റെ പ്രശ്നം പോയി, ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം നിന്ന് ആകെ ഹാപ്പിയായി. ഞാൻ ശരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകളാണ് നമുക്ക് രോഗികളാക്കുന്നത്.
ജനിതക രോഗം എന്ന് പറഞ്ഞിട്ടില്ല, പാരമ്പര്യ രോഗം എന്ന് പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റും, നമ്മുടെ ചിന്തകളിലൂടെ. നമ്മുടെ ഭക്ഷണക്രമം അത് വിശന്ന് ആഹരിക്കുക, നന്നായിട്ട് വിശക്കുമ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക, നന്നായി ചവച്ചരച്ച് കഴിച്ചുകൊണ്ട് സന്ധ്യയ്ക്ക് ശേഷം ഭക്ഷണമൊക്കെ ഒഴിവാക്കി രാത്രി ആകുമ്പോഴത്തേക്ക് 9 മണി to 10 മണിക്കുള്ളിൽ തന്നെ കിടന്നുറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുവിധ എല്ലാ രോഗങ്ങളും മാറി പുതിയ രോഗങ്ങൾ വരാതെ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. അതുപോലെ മനസ്സിന്ന് ആരോടെങ്കിലും പക, വിദ്വേഷം, വെറുപ്പ്, അസൂയ, കമ്പാരിസൺ ചെയ്യുക നമ്മൾ മറ്റുള്ളവർ, ഇതൊക്കെ ഒഴിവാക്കി നമ്മൾ എങ്ങനെയാണോ ഒരു കുഞ്ഞു കുട്ടി അവരുടെ ഇമോഷൻ എങ്ങനെയാണ്, അവരുടെ ചിരിയും കളി, അതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ ഒരു പാരമ്പര്യ രോഗവും നിങ്ങളെ ബാധിക്കില്ല എന്ന് എനിക്ക് അത് ഭയങ്കര വിശ്വാസമായിരുന്നു എൻ്റെ ലൈഫിൽ. ഇങ്ങനെ ലൈഫ് മാറാൻ പറ്റുമെന്ന്. കാരണം ഞാൻ എൻ്റെ പ്രകൃതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോട് ദേഷ്യം ഉണ്ടെങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കില്ല, പക്ഷെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ട് നടക്കും. അതുകൊണ്ടാണ് എനിക്ക് ആ ഫൈബ്രോയിഡ് പോലത്തുള്ള മുഴകൾ, ബ്രസ്റ്റിന് മുഴയുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായത് ആ ഒരു ഇമോഷൻ സപ്രസ്. ഞാൻ വേഗം അവരോട് പറയുമ്പം അല്ലേ അത് പ്രോബ്ലം ആവാം, മനസ്സ് കൊണ്ടു നടന്നാൽ ഒരു പ്രോബ്ലവും ഇല്ല എന്നാണ്. പക്ഷെ അതായിരുന്നു അന്നത്തെ ഫൈബ്രോയിഡിൻ്റെ ഒക്കെ കാരണം എന്ന് ഇപ്പോഴാണ് ഞാനത് പഠിക്കുമ്പം മനസ്സിലാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഞാനൊരു ക്ലാസ്സിൽ ചേർന്നിട്ട് തന്നെ അത് എങ്ങനെയാണ് റിലീസ് ചെയ്യേണ്ടതെന്നുള്ളത് പഠിച്ചപ്പോഴാണ് ഞാൻ ശരിക്കും ഹാപ്പി ആയത്. ഇപ്പോഴത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷകരമായി. അത് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഫുൾ ടൈം സന്തോഷമല്ല, സങ്കടം വരും, ദേഷ്യം വരും, ഒക്കെ വരും. പക്ഷേ അതിനപ്പുറം നമുക്ക് നമ്മുടെ ലൈഫ് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. അതും ഇപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ ലൈഫേ മാറും. നമുക്ക് ആ ചിന്തിച്ചിരിക്കാൻ സമയമില്ല. പണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലെ പ്രശ്നങ്ങൾ, നാളെ എന്താവും അല്ലെങ്കിൽ ഇന്നലത്തെ ദുഃഖം അത് ചിന്തിച്ചിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു ജോലിക്ക് പോകുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിന് സമാധാനവും നമുക്കൊരു പർപ്പസ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പഠിക്കാനും അതിൽ ഫോക്കസും ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മാനസികമായിട്ടും നല്ല സമാധാനം ഉണ്ടാകും. അപ്പോൾ ജനിതക രോഗം അല്ലെങ്കിൽ പാരമ്പര്യ രോഗം എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ സപ്രസ് ചെയ്യാതെ അതൊന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രോഗവും ഇല്ലാതെ സന്തോഷത്തോടെ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.